സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഭീതി ഉയർത്തുകയാണ്. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശി ശരണ്യയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 3 ഇതുവരെ രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശരണ്യയുടെ പരിശോധനാ ഫലം ഇന്നലെയാണ് ലഭിച്ചത്. അടുത്തിടെ നാവായിക്കുളം പഞ്ചായത്തിലെ ഒരു തോട്ടിൽ കുളിച്ചിരുന്നുവെന്ന് ശരണ്യ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7 ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെയാണ് രോഗികൾക്ക് നൽകുന്നത്. രോഗം ബാധിച്ച് നെയ്യാറ്റിൻകര കണ്ണറവിള സ്വദേശി അഖിൽ കഴിഞ്ഞ മാസം 23-നാണ് മരിച്ചത്. തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 5 പേർക്ക് കൂടി രോഗം ബാധിച്ചു. ഇവരെല്ലാം കണ്ണറവിളക്കാവിൽ കുളത്തിൽ കുളിച്ചവരായിരുന്നു. പിന്നാലെ പേരൂർക്കട മണ്ണാമല സ്വദേശിക്കും രോഗബാധയുണ്ടായി. പൊതുക്കുളം ഉപയോഗിക്കാത്ത മണ്ണാമൂല സ്വദേശിക്ക് രോഗബാധ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഇയാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കാവിൻകുളത്തെ കലങ്ങിയ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം ലഭിച്ചിട്ടില്ല. മുൻപ് കുളത്തിൽ നിന്ന് ശേഖരിച്ചത് തെളിഞ്ഞ വെള്ളമായതിനാൽ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. ലോകത്ത് ഇതുവരെ 200 പേർക്ക് മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് 1 മാസത്തിനുള്ളിൽ 3 ഇത്രയും പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.